he loved payasam, and he had one from first cousin's house. പിന്നെ എൻ്റെ കസിൻ വന്നിട്ട് ചോദിച്ചു തരട്ടെ എന്ന്. ആദ്യത്തെ സദ്യ കഴിച്ചപ്പോൾ അപ്പം മാർട്ടിൻ പറഞ്ഞു വിളമ്പിക്കളാം. അപ്പം എനിക്ക് പറയണമെന്നുണ്ട് അധികം കഴിക്കരുതേ എന്ന്. മാർട്ടിൻ കഴിച്ചു. രണ്ടാമത്തെ കസിൻ്റെ വീട്ടിൽ പോയി പിന്നെയും കഴിച്ചു. ഒരു 12 വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർട്ടിന് വയറിന് സുഖമില്ലാണ്ടായി. ഞാൻ നിതിൻ. ഇത് മാർട്ടിൻ്റെ സ്കോട്ടിഷ് പാർലമെൻറ്റ് അംഗമാണ്. എൻ്റെ ഭർത്താവാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ് ഗുരുവായൂർ വെച്ച് താലി കിട്ടിയതിന് ശേഷം. 10 വർഷം മുന്നെയാണ് ഞാൻ ആദ്യമായി മാർട്ടിനെ പരിചയപ്പെടുന്നത്. അവിടെ ഞാൻ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. അന്ന് മാർട്ടിൻ UK പാർലമെൻറ്റ് അംഗമായിരുന്നു. ഒരു ഇമിഗ്രേഷൻ പ്രശ്നം കാരണമാണ് ഞാൻ ആദ്യമായി പാർലമെൻറ്റിൽ ചെന്നപ്പോൾ മാർട്ടിനെ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ചു ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് താലി കെട്ടണമെന്ന് എൻ്റെ വളരെ നിർബന്ധമായിരുന്നു. ഈ വർഷമാണ് കഴിഞ്ഞ 18-ാം തീയതിയാണ് ഞങ്ങൾ ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ച് താലി കിട്ടിയത്. അതിനുശേഷമുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. Onam's a great celebration. This will be the 3rd time I've celebrated Onam in Kerala, and in the other years I've celebrated with the Malayali community in Scotland. So we've done a few Onams, but there's nothing quite like an Onam in Kerala itself. Yeah. It's got real atmosphere, real colour, and it's just wonderful to be part of such a big community event. നമ്മൾ സ്കോട്ട്ലൻഡിൽ വീട്ടിൽ വെച്ചിട്ട് അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ട്. ദ വിൻഡ് ഇസ് ടു മച്ച്. ഭയങ്കര കാറ്റാവുമ്പോൾ ലൈക്ക് ഒരു സൈഡിൽ ഇട്ട് വരുമ്പോഴത്തേനും പെട്ടെന്ന് അത് ലൈക്ക് isn't it? Like it was very difficult for us to put it. But we managed. Yeah. It was there for about half an hour. Yeah. After that, none of the flowers were there. What's particularly good about celebrating here in Kerala is we get to be with the extended family. So we have Indian parents here. Our son is with us as well. You have to. So all of that is really good, and you don't get that when we're separated across continents. So this is wonderful to spend with the family. We both like sadhya. Like you like the sadhya, like Onam sadhya, right? Yeah. Which curry do you like the most? I like the inga, the ginger one. Inji curry. And also, of course, he likes payasam. അമ്മോട്ടിൽ പോയിട്ട് സദ്യ കഴിക്കുക. എല്ലാ വീട്ടിലും പോവും. അപ്പം മാർട്ടിൻ ഡിഡ് നോട്ട് നോ എല്ലാ വീട്ടിലും പായസം കിട്ടുന്നു. സോ നമ്മൾ ആദ്യത്തെ കസിൻ്റെ വീട്ടിൽ പോയി. ഹീ ലവ് പായസം, ആൻഡ് ഹീ ഹാഡ് വൺ ഫ്രം ഫസ്റ്റ് കസിൻസ് ഹൗസ്. പിന്നെ എൻ്റെ കസിൻ വന്നിട്ട് ചോദിച്ചു തരട്ടെ എന്ന്. ആദ്യത്തെ സദ്യ കഴിച്ചപ്പോൾ അപ്പം മാർട്ടിൻ പറഞ്ഞു വിളമ്പിക്കളാം. അപ്പം എനിക്ക് പറയണമെന്നുണ്ട് അധികം കഴിക്കരുതേ എന്ന്. മാർട്ടിൻ കഴിച്ചു. രണ്ടാമത്തെ കസിൻ്റെ വീട്ടിൽ പോയി പിന്നെയും കഴിച്ചു. ഒരു 12 വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർട്ടിന് വയറിന് സുഖമില്ലാണ്ടായി. So like now he has learned, you know. I think I had about 20 payasams that day. എല്ലാം അമ്മ ഉണ്ടാക്കി കൊടുക്കും. ലൈക്ക് അമ്മയ്ക്ക് അറിയാം മാർട്ടിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും. പേരൻസ് അവിടെ വന്ന് നിൽക്കാറുണ്ടല്ലോ. He didn't have to ask, you know. Most of the time ഇവിടെ വരുമ്പം he says like no, enough. Yeah, so ലൈക്ക് എന്താ പറയുക, മമ്മീൻ്റെ നോൺ വെജ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മമ്മിയുടെ ബീഫാണ് ഭയങ്കര ഇഷ്ടം. തിരുവോണം അധികമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. മിക്കവാറും നമ്മൾ വീട്ടിലായിരിക്കും എന്നാണ് പ്രതീക്ഷ, അല്ലെങ്കിൽ അമ്മാവൻ്റെ വീട്ടിലായിരിക്കും. പിന്നെ കസിൻസിന് ഇതുപോലെ കഴിഞ്ഞ 2018 പോലെ തന്നെ പായസം കുടിച്ച് നടക്കലായിരിക്കും മിക്കവാറും. വീട്ടിലാകണം എന്നാണ് ആഗ്രഹം. എല്ലാവരും ഓരോരോ പുതിയ എക്സ്പീരിയൻസസ് ആണല്ലോ ജീവിതത്തിൽ. ഇതൊക്കെ ലൈക്ക് ദ സെയിം ഗോസ് ടു മീ ആസ് വെൽ. ഞാൻ സ്കോട്ട്ലൻഡിൽ ചെല്ലുമ്പോൾ ഓരോരോ പുതിയ എക്സ്പീരിയൻസ് എനിക്കും ഇതുപോലെ കൾച്ചറലി ഉണ്ടാവും. മാർട്ടിനും ഇവിടെ വരുമ്പോൾ മാർട്ടിനും ഉണ്ടാവും. സോ ഇറ്റ്സ് ഓൾ ഷെയറിങ് അല്ലേ? Yes. Nitin is in charge of the garden. Yeah. I am allowed to mow the lawn. അത് സ്കോട്ട്ലൻഡിലെ വീട്ടിലെ ഗാർഡൻ എൻ്റെയാണ്. എനിക്ക് ഒരു മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഉണ്ട്. ഞാൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ 3-4 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാർലമെൻറ്റ് മെമ്പറിൻ്റെ സ്പൗസിന്, ബിക്കോസ് ഐ വാസ് എ രജിസ്റ്റേർഡ് സ്പൗസിന് സാലറീഡ് ആവാൻ പറ്റത്തില്ല. സോ
ഞാൻ വോളണ്ടിയർ ആയിട്ട്, എന്നാൽ ഞാൻ അൺപെയ്ഡ് ആയിട്ട് ഐ വാസ് വർക്കിംഗ് ഫോർ യു ആസ് എൻ അൺപെയ്ഡ് വർക്കർ. പിന്നെ ഞാൻ അത് കൂടാതെ വോളണ്ടിയർ ആയിട്ട് മീഡിയയിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ തന്നെ സ്കോട്ടിഷ് മീഡിയയിൽ ബ്രോഡ്കാസ്റ്റിംഗ് സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞൊരു മീഡിയയിൽ ന്യൂസ് റിപ്പോർട്ടറായിട്ട് സൺഡേയ്സ് പോകാറുണ്ട്.